നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തവും ഏറ്റവും കൂടുതൽ കാലം നിലനിന്നതുമായ ഒരു സാമ്രാജ്യത്തെക്കുറിച്ചാണ്. ഓട്ടോമൻ സാമ്രാജ്യം. ഏകദേശം 600 വർഷം, 6 നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഈ മഹാസാമ്രാജ്യത്തിന്റെ കഥ നമുക്ക് ഒരുമിച്ച് കേൾക്കാം. അപ്പോ നമ്മുടെ ഈ യാത്രയില് എന്തൊക്കെയാണ് കാണാൻ പോകുന്നതെന്ന് പെട്ടെന്നൊന്ന് നോക്കിയാലോ? ആദ്യം ഈ സാമ്രാജ്യം എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് നമ്മൾ മനസ്സിലാക്കും. പിന്നെ ലോകചരിത്രം തന്നെ മാറ്റിയെഴുതിയ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതിനെക്കുറിച്ച് സംസാരിക്കും. അതിനുശേഷം സുലൈമാന്റെ സുവർണ കാലഘട്ടത്തിലൂടെ ഒന്ന് കടന്നുപോകും. പിന്നെ ഇത്രയും വലിയൊരു സാമ്രാജ്യം അവരെങ്ങനെ ഭരിച്ചു, എങ്ങനെയാണ് അതിന്റെ തകർച്ച തുടങ്ങിയത്, അവസാനം ഇന്നും ലോകത്തിൽ ആ സാമ്രാജ്യം അവശേഷിപ്പിച്ച പൈതൃകം എന്തൊക്കെയാണെന്ന് നമ്മൾ ചർച്ച ചെയ്യും. അപ്പോ നമ്മുടെ കഥ തുടങ്ങുന്നത് 13-ാം നൂറ്റാണ്ടിന്റെ അവസാനമാണ്. ഇന്നത്തെ തുർക്കി ഉൾപ്പെടുന്ന അനറ്റോളിയ എന്ന പ്രദേശം. അവിടെ ഒരു ചെറിയ നാട്ടുരാജ്യത്തിൽ നിന്നാണ് ലോകം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിലൊന്നിന്റെ തുടക്കം. ഏകദേശം 1299 ഉസ്മാൻ ഒന്നാമൻ എന്ന നേതാവാണ് ഇതിന് തുടക്കമിടുന്നത്. അദ്ദേഹത്തിനു ശേഷം വന്ന മകൻ ഓർഹാൻ ആ ചെറിയ രാജ്യത്തെ കുറച്ചുകൂടി വലുതാക്കി. പിന്നെ വെറും 40 വർഷം കഴിഞ്ഞപ്പോഴേക്കും മുറാദ് ഒന്നാമൻ യൂറോപ്പിലെ അഡ്രിയാനോപ്പിൾ പിടിച്ചെടുത്ത് സാമ്രാജ്യത്തിന്റെ പുതിയ തലസ്ഥാനമാക്കി. ആ വളർച്ചയുടെ വേഗതയൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ ആദ്യകാല ഓട്ടോമന്മാരെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഗാസി എന്നൊരു വാക്ക് അറിഞ്ഞിരിക്കണം. വിശ്വാസത്തിനു വേണ്ടി പോരാടുന്ന യോദ്ധാവ് എന്നാണിതിനർത്ഥം. ഉസ്മാനെ പോലുള്ള ആദ്യകാല നേതാക്കൾ സ്വയം കണ്ടിരുന്നത് ഗാസികളായാണ്. തങ്ങൾ ചെയ്യുന്നത് വെറുമൊരു യുദ്ധമല്ല, മറിച്ച് ഇസ്ലാമിന്റെ അതിർത്തികൾ വികസിപ്പിക്കുക എന്ന ഒരു പുണ്യപ്രവൃത്തിയാണെന്ന വിശ്വാസം അവരുടെ സൈനിക മുന്നേറ്റങ്ങൾക്ക് വലിയൊരു ഊർജ്ജം നൽകി. ഇനി നമ്മൾ പോകുന്നത് ലോകത്തിന്റെ ഗതി തന്നെ മാറ്റിയ ഓട്ടോമൻ സാമ്രാജ്യത്തെ ഒരു ലോകശക്തിയായി ഉറപ്പിച്ച ആ ഒരൊറ്റ സംഭവത്തിലേക്കാണ്. വർഷം 1453. വെറും 21 വയസ്സു മാത്രം പ്രായമുള്ള ഒരു യുവ സുൽത്താൻ, മെഹ്മദ് രണ്ടാമൻ. അദ്ദേഹത്തിന്റെ കണ്ണ് ഒരൊറ്റ ലക്ഷ്യത്തിലാണ്: 1000 വർഷം പഴക്കമുള്ള അജയ എന്ന ലോകം കരുതിയ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന മഹാനഗരം. അപ്പോ എന്തുകൊണ്ടാണ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇത്രയും പ്രധാനപ്പെട്ടതാകുന്നത്? കാരണം അത് വെറും ഒരു നഗരമായിരുന്നില്ല. 1000-ലധികം വർഷം നിലനിന്ന് ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു. അതിലുപരി ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാരപാതകൾ ഈ നഗരത്തിലൂടെയായിരുന്നു. അതായത് ഈ നഗരം നിയന്ത്രിക്കുന്നവർ ലോക വ്യാപാരത്തിന്റെ ഒരു പ്രധാന ഭാഗം നിയന്ത്രിക്കുന്നു. മെഹ്മദിന്റെ നേട്ടം എത്ര വലുതായിരുന്നു എന്ന് ഈ പോയിന്റുകൾ കാണിച്ചു തരുന്നുണ്ട്. 53 ദിവസം നീണ്ട കഠിനമായ ഉപരോധത്തിനൊടുവിൽ അദ്ദേഹം ആ നഗരം പിടിച്ചെടുത്തു. അതോടെ 1000 വർഷം പഴക്കമുള്ള ബൈസന്റൈൻ സാമ്രാജ്യം അവസാനിച്ചു. അദ്ദേഹം ആ നഗരത്തിന് ഇസ്താൻബൂൾ എന്ന് പുതിയ പേര് നൽകി അതിനെ തന്റെ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാക്കി മാറ്റി. അന്നുമുതൽ അദ്ദേഹം അറിയപ്പെട്ടത് ഫാത്തിഹ് സുൽത്താൻ മെഹ്മദ് അഥവാ മെഹ്മദ് ദി കോൺകുരർ എന്നാണ്. ഇനി നമുക്ക് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ പ്രതാപത്തിന്റെ കൊടുമുടിയിലേക്ക് പോകാം. ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തനായ സുൽത്താൻമാരിൽ ഒരാളായ സുലൈമാന്റെ ഭരണകാലത്തേക്ക്. ഇവിടെ ഒരു രസകരമായ കാര്യമുണ്ട്. സുലൈമാനെ ലോകം 2 രീതിയിലാണ് കണ്ടിരുന്നത്. യൂറോപ്യന്മാർ അദ്ദേഹത്തിന്റെ സൈനിക ശക്തിയും സമ്പത്തും കണ്ട് മഹാനായ സുലൈമാൻ എന്നു വിളിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ സ്വന്തം ജനങ്ങൾ അദ്ദേഹത്തെ വിളിച്ചത് കാനൂനി എന്നായിരുന്നു, അതായത് നിയമദാതാവ്. ഇതൊരേ സമയം ഒരു വലിയ ജേതാവും അതുപോലെ മികച്ച ഒരു ഭരണാധികാരിയുമായിരുന്ന അദ്ദേഹത്തിന്റെ 2 മുഖങ്ങളെയാണ് കാണിക്കുന്നത്. സുലൈമാന്റെ കാലത്താണ് ഓട്ടോമൻ സാമ്രാജ്യം അതിന്റെ ഏറ്റവും വലിയ നിലയിലേക്ക് വളരുന്നത്. യൂറോപ്പിലെ ഹംഗറി മുതൽ ഏഷ്യയിലെ പേർഷ്യ വരെ, വടക്കേ ആഫ്രിക്ക മുതൽ അറേബ്യൻ ഉപദ്വീപ് വരെ 3 ഭൂഖണ്ഡങ്ങളിലായി ആ സാമ്രാജ്യം പരന്നുകിടന്നു. സൈനിക വിജയങ്ങൾ മാത്രമല്ല, കലയിലും വാസ്തുവിദ്യയിലും സാഹിത്യത്തിലുമെല്ലാം അതൊരു സുവർണ കാലഘട്ടമായി. ഒരു ചോദ്യം വരാം, അല്ലേ? ഇത്രയധികം ഭാഷകളും സംസ്കാരങ്ങളും മതങ്ങളുമുള്ള ഒരു ജനതയെ എങ്ങനെയാണ് അവർ ഒന്നിച്ചു നിർത്തിയത്? അതിനായി ഓട്ടോമന്മാർക്ക് അവരുടേതായ ചില പ്രത്യേക സംവിധാനങ്ങളുണ്ടായിരുന്നു. അതിലൊരു പ്രധാന ഘടകമാണ് സൈന്യം, പ്രത്യേകിച്ചും അതിലെ നട്ടെല്ലായിരുന്ന ജാനിസറികൾ. സുൽത്താനോട് മാത്രം കൂറുള്ള അതിശക്തരായ ഈ സൈനികർ യൂറോപ്പിലെ തന്നെ ആദ്യത്തെ ആധുനിക സ്ഥിരം സൈന്യമായിരുന്നു. സാമ്രാജ്യത്തിന്റെ ആദ്യകാല വിജയങ്ങളിൽ ഇവരുടെ പങ്ക് വളരെ വലുതായിരുന്നു. പക്ഷേ സൈനിക ശക്തി കൊണ്ട് മാത്രം ഒരു സാമ്രാജ്യത്തിന് നിലനിൽക്കാൻ കഴിയില്ലല്ലോ. അപ്പോഴാണ് മില്ലറ്റ് സമ്പ്രദായം എന്ന ഓട്ടോമൻ കണ്ടുപിടുത്തം വരുന്നത്. ഇത് വളരെ സവിശേഷമായ ഒരു സാമൂഹിക ഘടനയായിരുന്നു.
ഇതനുസരിച്ച് ക്രിസ്ത്യാനികൾ, ജൂതന്മാർ തുടങ്ങിയ മറ്റു മതവിഭാഗങ്ങൾക്ക് അവരുടെ സ്വന്തം നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കാനും അവരുടെ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കാനും അവകാശമുണ്ടായിരുന്നു. ഈയൊരു സഹിഷ്ണുതയാണ് പല ഭാഷകളും മതങ്ങളുമുള്ള ഈ സാമ്രാജ്യം ഇത്രയധികം കാലം ഒരുമിച്ചു നിലനിൽക്കാൻ പ്രധാന കാരണം. പക്ഷേ നമുക്കറിയാം, ഒരു സാമ്രാജ്യവും എന്നേക്കും നിലനിൽക്കില്ല. അജേയമായി തോന്നിയ ഈ മഹാശക്തിയുടെ തകർച്ച എങ്ങനെയായിരുന്നു? അത് വളരെ പതുക്കെ, നൂറ്റാണ്ടുകളെടുത്തായിരുന്നു. അപ്പോ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് കരുതിയ ഈ സാമ്രാജ്യം എങ്ങനെയാണ് തകർന്നത്? ഇതിന് ഒരൊറ്റ ഉത്തരമില്ല. ഏതെങ്കിലും ഒരു യുദ്ധം കൊണ്ടോ ഒരു രാജാവിന്റെ കഴിവുകേടുകൊണ്ടോ അല്ല അത് സംഭവിച്ചത്. മറിച്ച് നൂറുകണക്കിന് വർഷങ്ങളായി സാമ്രാജ്യത്തിനകത്തും പുറത്തും നടന്ന പല കാര്യങ്ങളുടെയും ആകെ തുകയായിരുന്നു ആ തകർച്ച. ഇതിന്റെ തകർച്ചയുടെ വിത്തുകൾ പലയിടത്തായി വിതയ്ക്കപ്പെട്ടിരുന്നു. സുലൈമാനു ശേഷം വന്ന ഭരണാധികാരികളിൽ പലരും ദുർബലരായിരുന്നു. പ്രധാനപ്പെട്ട യുദ്ധങ്ങളിൽ തോറ്റ് വലിയ ഭൂപ്രദേശങ്ങൾ നഷ്ടപ്പെട്ടു. അതേസമയം യൂറോപ്പ് വ്യാവസായികമായി അതിവേഗം മുന്നേറി. അതോടൊപ്പം പിടിച്ചു നിൽക്കാൻ ഓട്ടോമാൻമാർക്ക് കഴിഞ്ഞില്ല. ഇതിനെല്ലാം പുറമെ സാമ്രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സ്വന്തം രാജ്യം വേണമെന്ന ദേശീയവാദ പ്രസ്ഥാനങ്ങളും ശക്തമായി. അപ്പോ എല്ലാം തകർന്നടിയുകയാണെന്ന് മനസ്സിലാക്കിയ ഓട്ടോമന്മാർ ഒരു അവസാന ശ്രമം നടത്തി. അതാണ് തൻസീമാത് പരിഷ്കാരങ്ങൾ. സൈന്യത്തെയും ഭരണകൂടത്തെയും സമൂഹത്തെയുമെല്ലാം ആധുനികവൽക്കരിച്ച് സാമ്രാജ്യത്തെ രക്ഷിക്കാനായിരുന്നു ഈ ശ്രമം. പക്ഷേ അപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു. ഒന്നാം ലോകമഹായുദ്ധത്തോടെ ഓട്ടോമൻ സാമ്രാജ്യം ഇല്ലാതായി. പക്ഷേ 600 വർഷം നീണ്ടുനിന്ന ഒരു ചരിത്രം അങ്ങനെ അങ്ങ് മാഞ്ഞുപോകുമോ? ഇല്ല. അതിന്റെ സ്വാധീനം ഇന്നും നമ്മുടെ ലോകത്ത് കാണാൻ കഴിയും. ഇന്നത്തെ മിഡിൽ ഈസ്റ്റിന്റെ ഭൂപടം എങ്ങനെയുണ്ടായി എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ ഉത്തരം ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയിലാണ് കിടക്കുന്നത്. ഒന്നാം ലോകമഹായുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ വിജയിച്ച രാജ്യങ്ങൾ ഈ വലിയ സാമ്രാജ്യത്തെ വെട്ടിമുറിച്ച് ചെറിയ രാജ്യങ്ങളാക്കി മാറ്റി. ഇന്ന് നമ്മൾ കാണുന്ന മിഡിൽ ഈസ്റ്റിലെയും ബാർക്കൻസിലെയും പല രാജ്യങ്ങളും അതിർത്തികളും അങ്ങനെ രൂപപ്പെട്ടതാണ്. രാഷ്ട്രീയം മാറ്റിവെച്ചാൽ പോലും ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ പൈതൃകം ഇന്നും നമ്മോടൊപ്പം ജീവിക്കുന്നുണ്ട്. ഇസ്താംബൂളിലെ ബ്ലൂ മോസ്ക് പോലുള്ള വാസ്തുവിദ്യാത്ഭുതങ്ങൾ, നമ്മുടെ നാട്ടിൽ വരെ എത്തിയ ബിരിയാണി പോലുള്ള ഭക്ഷണങ്ങൾ, സംഗീതം, കല, അങ്ങനെ പല മേഖലകളിലും ആ സ്വാധീനം കാണാം. അപ്പോ നൂറ്റാണ്ടുകൾക്ക് മുൻപില്ലാതായ ഒരു സാമ്രാജ്യം ഇന്നും നമ്മുടെ ലോകത്തെ സ്വാധീനിക്കുന്നു എന്ന് പറയുമ്പോൾ അതിശയം തോന്നുന്നുണ്ടോ? മിഡിൽ ഈസ്റ്റിലെ പല അതിർത്തി തർക്കങ്ങൾ മുതൽ ലോകമെമ്പാടുമുള്ള ആളുകൾ കുടിക്കുന്ന ടർക്കിഷ് കോഫിയിൽ വരെ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കഥയുണ്ട്. ആ കഥ അവസാനിച്ചിട്ടില്ല. അത് ഇന്നും എഴുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.